والسلام على من لا نبي بعده. സുഹൈഹ് തർഗീബ് തർഹീബിൽ അടുത്ത കിതാബുൽ ജുമുഅ, ജുമുഅയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ജുമുഅ ദിവസത്തിൻ്റെ ഫദ്ല്, അതുപോലെ ജുമുഅ നിസ്കാരത്തിൻ്റെയും അതുപോലെ നിസ്കാരത്തിൽ ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നതിൻ്റെയും അന്ന് പാലിക്കേണ്ട സുന്നത്തുകളെയും എല്ലാം അറിയിക്കുന്ന ഹദീസുകളാണ് ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത്. ജുമുഅ എന്നുള്ളത് ദിവസം എന്ന നിലക്ക് വെള്ളിയാഴ്ച എന്നത് ഏറ്റവും അഫ്ളലായിട്ടുള്ള ദിവസവും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസവുമാണ്. ഈ ഉമ്മത്തിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തെരഞ്ഞെടുത്ത ദിവസമാണ്. ധാരാളം ഫദ്ലുകൾ ജുമുഅയുമായി ബന്ധപ്പെട്ട്, യൗമുൽ ജുമുഅയുമായി ബന്ധപ്പെട്ട് തന്നെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുൽ കിതാബിന് ഈ ദിവസം ലഭിക്കാത്തതിൻ്റെ പേരിൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ മുസ്ലിമുകളോട് വലിയ അസൂയയുള്ള കാര്യമാണ് എന്നും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു ദിവസമാണ് യൗമുൽ ജുമുഅ. ഇതിൽ ആദ്യത്തെ ഫസ്ൽ الترغيب في صلاة الجمعة والسعي إليها وما جاء في فضل يومها وساعتها. ജുമുഅ നിസ്കാരത്തിൻ്റെയും അതിലേക്ക് പോകുന്നതിൻ്റെയും അതുപോലെ ആ ദിവസത്തിൻ്റെയും വെള്ളിയാഴ്ചയുള്ള പ്രത്യേകമായ സമയങ്ങളുടെയും എല്ലാം ഫദ്ലിനെ അറിയിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന ഹദീസുകളാണ് ഈ ഫസ്ലിൽ, ഒന്നാമത്തെ ഫസ്ലിൽ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من توضأ فأحسن الوضوء ثم أتى الجمعة فاستمع وأنصت غفر له ما بينه وبين الجمعة الأخرى وزيادة 3 أيام ومن مس الحصى فقد لغى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ, ആരാണോ ഏറ്റവും നല്ല രീതിയിൽ വുദൂ എടുക്കുന്നത്, ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞാൽ പരിപൂർണമായി വുദൂവിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ഏറ്റവും നല്ല രീതിയിൽ വുദൂ എടുക്കുന്നത്. സുമ്മ അത്തൽ ജുമുഅത, അങ്ങനെ ജുമുഅയിലേക്ക്, ജുമുഅ നിസ്കാരത്തിന് വേണ്ടി അവൻ വന്നു ചേരുക, മസ്ജിദിൽ എത്തിച്ചേരുകയാണ്. ജുമുഅ എന്നുള്ള പദം വരാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞു, അത് ആളുകൾ ഇജ്തിമാ നാസ്, ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ ദിവസമായതുകൊണ്ടാണ് ആ നിലക്ക് വാക്ക് വന്നിട്ടുള്ളത്. ഫസ്തമഅ വ അൻസത, അങ്ങനെ ജുമുഅക്ക് വരികയും ജുമുഅക്കുള്ള ഖുതുബ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും, അത് നിശബ്ദമായിരുന്നു കൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ ഗുഫിറ ലഹു മാ ബൈനഹു വ ബൈനൽ ജുമുഅത്തിൽ ഉഖ്റ, അവന്റെ ആ ജുമുഅയും അതുപോലെ തന്നെ മറ്റൊരു ജുമുഅക്കിടയിലുള്ള പാപങ്ങൾ അവന്റെ പൊറുക്കപ്പെടുന്നതാണ്. ഒരു ആഴ്ചയിലുള്ള പാപങ്ങൾ അവന് പൊറുക്കപ്പെടും. വസിയാദത്തു 3 അയ്യാം, അതിനു പുറമെ 3 ദിവസം കൂടി അധികരിച്ചുകൊണ്ട് അവന് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. വമൻ മസ്സൽ ഹസ ഫഖദ് ലഗാ, ആരാണോ കല്ലുകളെടുത്ത് അതിൽ തൊടുന്നത് അല്ലെങ്കിൽ അത് കളിക്കുന്നത്, അവൻ ലഘു ചെയ്തിരിക്കുന്നു, അനാവശ്യം ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറയാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മസ്ജിദുകൾ എങ്ങനെയാണ്, കല്ലുകളും എല്ലാം നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇമാം ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് അവൻ ആ കല്ലുകളിലും മറ്റുമായിട്ട് അവൻ കളിക്കുകയാണ്, അല്ലെങ്കിൽ ഇമാമിന്റെ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളതുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കാതെ അതുമായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ലഘു, അനാവശ്യമായിട്ടുള്ള കാര്യം ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇന്ന് കാലത്ത് ഖുത്ബ നടക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ അശ്രദ്ധമായിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലൊക്കെ അതിനൊക്കെ ബാധകമായിട്ടുള്ള കാര്യമാണത്. അപ്പോൾ മസ്ജിദിലേക്ക് ജുമുഅക്ക് വേണ്ടി വുദൂ എടുത്ത് പോവുകയും അത് ശ്രദ്ധയോടുകൂടി ഖുത്ബ കേൾക്കുകയും ആ നിസ്കാരം നിർവഹിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ കഴിഞ്ഞ ജുമുഅക്കിടയിലുള്ളതും അതിന് പുറമെ 3 ദിവസവും കൂടി അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് എന്ന് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. وعنه عن رسول الله صلى الله عليه وسلم قال الصلوات الخمس والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن إذا اجتنبت الكبائر. صلى الله عليه وسلم قال الصلوات الخمس, 5 വഖ്ത് നിസ്കാരം, والجمعة إلى الجمعة, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, റമളാൻ ഇല റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുക്കഫിറാത്തുൻ ലിമാ ബൈനഹുൻ, അതിനിടയിലുള്ളതിനുള്ള
പാപങ്ങൾക്കുള്ള ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ഇത് ജിത്തുനിബത്തിൽ കബായിറു, വൻപാപങ്ങൾ ഒഴിവാക്കപ്പെടുകയാണ് എങ്കിൽ. അതായത് ഈ സൽക്കർമ്മങ്ങൾ നമുക്ക് മേലെ നിർബന്ധമാക്കിയിട്ടുള്ള നിസ്കാരം, നോമ്പ്, ജുമുഅ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഏത് പാപങ്ങളെ മായ്ക്കാൻ സാധിക്കുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. നമ്മൾ ചെയ്യുന്ന നന്മകൾ എന്നത് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്. അപ്പോൾ നിസ്കാരം, 5 വക്ത നിസ്കാരം, ഒരാൾ ഫജ്ർ നിർവഹിച്ചു, നിർവഹിച്ചു, ജമാഅത്തായി കൂടി നിർവഹിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾക്കുള്ള ഒരു പ്രായശ്ചിത്തമാണത്, ചെറുപാപങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അവൻ കൃത്യമായ 2 ജുമുഅകൾ നിർവഹിക്കുക എന്നുള്ളത് അതിനിടയിലുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ഒരു റമളാൻ അവന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും അങ്ങനെ അടുത്ത റമളാൻ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനിടയിലുള്ള ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുകഫിറാത്തുൻ ലിമാ ബൈനഹുൻ. പക്ഷേ വൻപാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വൻപാപം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പരലോകത്ത് ശിക്ഷ അറിയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ദുനിയാവിൽ ഹദ് നിയമമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം വന്നിട്ടുള്ള അങ്ങനെയുള്ള പാപങ്ങൾ, അതാണ് വൻപാപങ്ങളായിട്ട് പണ്ഡിതന്മാർ പറയാറുള്ളത്. അങ്ങനെയുള്ള പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം ഈ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം മായ്ച്ചു കളയപ്പെടുകയില്ല. അതെന്ത് വേണം? തൗബ ചെയ്ത് നസൂഹായിട്ടുള്ള തൗബ ചെയ്യുക തന്നെ വേണം. അപ്പൊ ആ വൻപാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ ഈ ചെറുപാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് നിസ്കാരവും റമളാനിലെ നോമ്പും ജുമുഅയും എല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ അറിയിക്കുകയാണ്. അടുത്ത ഹദീസ് വറവ ത്വബറാനി ഫിൽ കബീർ ഫിൽ മുഅ്ജം അൽ കബീർ മിൻ ഹദീസ് അബി മാലിക് അൽ അശ്അരി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുമുഅതു കഫാറത്തുൻ ലിമാ ബൈനഹാ വബൈനൽ ജുമുഅതി അല്ലതി തലീഹ വസിയാദത്തുൻ ലിസലാസത്തി അയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജുമുഅ അടുത്ത ജുമുഅക്കിടയിലുള്ള പാപങ്ങൾക്കുള്ള കഫാറത്താണ് 3 ദിവസം അധികരിച്ചുകൊണ്ടും. وذلك بأن الله عز وجل قال من جاء بالحسنة فله 10 أمثالها. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, ഒരാൾ ഒരു നന്മ കൊണ്ടുവരികയാണെങ്കിൽ അവൻ അതിന്റെ 10 ഇരട്ടി പ്രതിഫലം ഉണ്ടാവും. കാരണം 7, 3, 10 ദിവസത്തെ പാപങ്ങൾ ജുമുഅ കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ അത് ആ 10 ഇരട്ടിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസ് وعن أبي سعيد أنه سمع رسول الله صلى الله عليه وسلم يقول خمس من عملهن في يوم كتبه الله من أهل الجنة. 5 കാര്യങ്ങൾ അത് ആരാണോ ഒരു ദിവസത്തിൽ അവന് ചെയ്യുന്നത് അവരെ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തും. 1 മൻ ആദ മരീദൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്. വശഹിദ ജിനാസത്തൻ, ഒരു ജനാസ, ഒരു മയ്യത്തിനെ പിൻപറ്റിക്കൊണ്ട് അതിനെ തുടരുകയാണ്. വസാമ യൗമൻ, അവൻ നോമ്പുകാരനാവുകയാണ്. വറാഹ ഇലൽ ജുമുഅതി, അപ്പൊ ജുമുഅയിലേക്ക് അവൻ നേരത്തെ പുറപ്പെടുകയാണ്. വഅതഖ റഖബതൻ, അവൻ ഒരു അടിമയെ മോചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഒരാൾ ആരാണോ ചെയ്യുന്നത് ഒരു ദിവസത്തിൽ അവന് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ അവനെ സ്വർഗാവകാശിയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഓരോന്നിനും ഫضല് വന്നിട്ടുള്ള ധാരാളം ശ്രേഷ്ഠതയുള്ള അമലുകളാണ്. രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത്, ജനാസ പിന്തുടരുക എന്നുള്ളത്, നോമ്പ് നോൽക്കുക എന്നുള്ളത്. അതിൽ ഈ ബാബുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ജുമുഅക്ക് വറാഹ ഇലൽ ജുമുഅ, ജുമുഅക്ക് നേരത്തെ പുറപ്പെടുക എന്ന്. പണ്ഡിതന്മാർ ഈ റാഹ എന്നുള്ളതിന്റെ എപ്പോഴാണ് അതിന്റെ സമയം എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. മറ്റു പല ഹദീസുകളെയും അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞു ഫജ്ർ കഴിഞ്ഞ ശേഷം തുലൂ ആയിട്ടുള്ള, അഥവാ ഇഷ്റാഖിന്റെ സമയം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, തുലൂ കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയത്ത് തന്നെ ജുമുഅക്ക് പുറപ്പെടലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ച് കാണാം. അപ്പൊ ജുമുഅക്ക് വളരെ നേരത്തെ പുറപ്പെടുക എന്നുള്ളത് ഇനി വേറെയും ഹദീസുകൾ വരുന്നുണ്ട്, ധാരാളം ഫضലുള്ള കാര്യമാണ്. അതുപോലെ വഅതഖ റഖബതൻ, അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ ഇതിൽ ഒരു ദിവസത്തിൽ ചെയ്യുക. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൽ പിന്നെ നോമ്പ് അല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഫضലായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വെള്ളിയാഴ്ച ദിവസത്തിന് മാത്രം പ്രത്യേകതയായിട്ട് വന്നിട്ടുള്ള നേരത്തെ പുറപ്പെടുക എന്നുള്ളതും. ഇപ്പോ ഒരു ഹദീസ് കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മൊത്തം സ്വഹാബികളോട് ചോദിക്കുന്നത്, ആരാണെന്ന് ജനാസയെ പിന്തുടർന്നത്, രോഗിയെ സന്ദർശിച്ചത്, ആരാണ് നോമ്പുകാരനായിട്ടുള്ളത്, അങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടക്കാൻ സാധിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ വേറൊരു ഹദീസ് ഇതേ ആശയത്തെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ഈ ബാവുമായി ബന്ധപ്പെട്ടത് ജുമുഅക്ക് നേരത്തെ പുറപ്പെടുക. റാഹ എന്ന് പറഞ്ഞാൽ തുലൂ ശംസ്, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയം, ഇഷ്റാഖിന്റെ സമയം എന്ന് പറയുന്ന ആ സമയത്ത് തന്നെ പുറപ്പെടുന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബില്ലാഹി തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.